നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ വിദേശകാര്യ നയങ്ങളിൽ പരിപൂർണമായി നരേന്ദ്രമോദിക്ക് തെറ്റുപറ്റിയിരിക്കുകയാണ് എന്നുള്ളത് BJPയിലെ പല ദേശീയ നിർവാഹക സമിതി അംഗങ്ങളും തുറന്നടിക്കുന്ന കാര്യമാണ്. കാരണം ഇറാനുമായുള്ള ബന്ധം, റഷ്യയുമായുള്ള ബന്ധം, ആ കാര്യങ്ങളിലൊക്കെ ഇന്ത്യ അലംഭാവം കാണിക്കരുത്. ഇസ്രയേൽ എന്ന രാജ്യവുമായി ഇന്ത്യക്ക് ബന്ധം കൃത്യമായി ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇസ്രയേലിൽ നിന്നും ഒന്നും നേടിയെടുക്കാനില്ല. എന്നാൽ ഇറാനെയോ റഷ്യയോ പിണക്കിയാൽ അങ്ങനെയല്ല. ഈ രണ്ട് രാജ്യങ്ങളും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ സപ്ലൈ ചെയ്യുന്ന രാജ്യങ്ങളാണ്. അതുമാത്രമല്ല, ഊർജ മേഖലയിൽ ശക്തമായി ഇന്ത്യയുമായി നയതന്ത്ര രൂപീകരണം നടത്തിയിട്ട് വർഷങ്ങളോളമായി. ഈ രണ്ട് രാജ്യങ്ങളെ മുഖവിലക്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പ്രത്യേകിച്ചും ചബഹർ പ്രോജക്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്ത്യ എടുക്കുന്ന ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, ഇന്ത്യ നടത്തുന്ന നിക്ഷേപമുണ്ട്. അതുകൊണ്ടാണ് ചൈനീസ് വിദേശകാര്യമന്ത്രിയായ വാങ് യി പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഇന്ത്യ സഹകരിച്ച് മുന്നോട്ട് പോകേണ്ടതിൻ്റെ അനിവാര്യതയൊക്കെ തള്ളിക്കളയാൻ പാടുള്ളതല്ല. ചൈനയുമായി പല കാര്യങ്ങളിലും ഇന്ത്യക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. സുരക്ഷാ സമിതിയിൽ ചൈന ഡബിൾ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും നിർണായകമെന്ന് പറയുന്നത് റഷ്യയും ഇറാനും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നയതന്ത്ര രൂപീകരണത്തിൽ ഇസ്രയേലിനേക്കാളൊക്കെ എത്രയോ വിലപ്പെട്ട രണ്ട് രാജ്യങ്ങളാണ്. ഇസ്രയേലിനോട് പോയി പണി നോക്കാൻ പറയാം. കാരണം ഇസ്രയേലികളെ കൊണ്ടോ ഇസ്രയേലിലെ ഭരണകൂടത്തിലേക്ക് കൊണ്ടോ ഇന്ത്യക്ക് ഒരു സഹായം നേടിയെടുക്കേണ്ട കാര്യമില്ല. ഇസ്രയേൽ അത്യാധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ, പ്രത്യേകിച്ചും ഇസ്രയേലിൻ്റെ സ്പൈസ് ബോംബുകൾ പോലുള്ള സംവിധാനങ്ങൾ പാകിസ്ഥാനെതിരെയുള്ള ആക്രമണത്തിന് തന്ന് സഹായിച്ചു എന്നൊക്കെയാണ് സംഘികൾ കമൻറ്റ് ബോക്സിൽ ഒന്നിനു പുറകെ ഒന്നായി എഴുതി പിടിപ്പിക്കുന്നത്. നോക്കൂ, US-ൻ്റെ ഉപരോധം, അതല്ലെങ്കിൽ ഇസ്രയേലുമായുള്ള സഹകരണം, ഫാദർലാൻഡ് എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി തട്ടിവിട്ട ഈ വിഡൽസ്, ഇതൊക്കെ വാസ്തവത്തിൽ അസ്ഥാനത്താണ്, അനവസരത്തിലാണ്. കാരണം അതിനേക്കാളൊക്കെ എത്രയോ അത്യാധുനിക സംവിധാനങ്ങൾ റഷ്യയുമായി സഹകരിച്ചാൽ ഇന്ത്യക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. ഉദാഹരണത്തിന് ബ്രഹ്മോസ് ആയിക്കോട്ടെ, പല രീതിയിലുള്ള അത്യാധുനിക മിസൈലുകളായിക്കോട്ടെ, ഇതെല്ലാം റഷ്യയുമായി സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ഇസ്രയേലിൻ്റെ ശത്രുവായി റഷ്യ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. റഷ്യൻ എംബസിക്ക് നേരെയുള്ള ആക്രമണം ചെറുതല്ലാത്ത തരത്തിൽ റഷ്യക്ക് ആഘാതമുണ്ടാക്കിയിരിക്കുന്നു. അതിന് തിരിച്ചടി കൊടുത്തിരിക്കും എന്ന് റഷ്യയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. അതായത് ഈ ഒരു യുദ്ധത്തിൻ്റെ അനുമാനത്തിലെത്തേണ്ടത് ഇനിയുള്ള വരും ദിവസങ്ങളിൽ ഇറാൻ എടുക്കുന്ന നിലപാട്. ഇറാൻ ടേംസ് ആൻഡ് കണ്ടീഷൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടുകയും തങ്ങളുടെ നേർക്ക് റെജീം ചേഞ്ച് എന്ന് പറഞ്ഞ് അനാവശ്യമായ അനവസരത്തിൽ അമേരിക്കയോ ഇസ്രയേലോ ചൊടിപ്പിക്കുന്ന നീക്കവുമായി വരില്ല എന്ന് ഉറപ്പ് തന്നാൽ മാത്രമേ, വെറുതെയല്ല, അത് കരാറിൽ ഒപ്പിട്ടാൽ മാത്രമേ ഇറാൻ ഇതിൽ നിന്നും പിന്മാറുകയുള്ളൂ.